ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓണമൊക്കെയല്ലേ വരുന്നത്, നമുക്ക് ഓണത്തിൻ്റെ സദ്യക്കുള്ള കൂട്ട് തന്നെ റെഡിയാക്കാം. പൈനാപ്പിൾ പച്ചടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിളൊക്കെ ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, എന്നാലേ പൈനാപ്പിളിൻ്റെ വെള്ളവും നമ്മുടെ യോജിപ്പിച്ച വെള്ളവും ഒക്കെ കൂടെ വെന്ത് ആ വെള്ളം നന്നായി വറ്റണം. ആ നന്നായി വറ്റിയതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയതും 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായി ഫൈനായി അരച്ച് അത് ഈ മിക്സ് നമുക്ക് വെന്ത് വറ്റിയ പൈനാപ്പിളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സാക്കി നന്നായി തിളച്ച് യോജിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈരും കൂടി ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് താളിപ്പാണ് വേണ്ടത്. താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് ഓയിൽ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലിട്ട് പൊട്ടിക്കാം. ഇത് നമ്മുടെ പൈനാപ്പിൾ മിക്സിലേക്ക് യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടോ. ഇനി നല്ല ടേസ്റ്റാണ്, കഴിച്ച് നമുക്ക് മതിയാക്കാൻ തോന്നില്ല, അത്രയും ടേസ്റ്റാണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.